PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് വരുന്ന യൂണിവേഴ്സിറ്റി LGS മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് തിരഞ്ഞെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുൻപും ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് യൂണിവേഴ്സിറ്റി LGS മെയിൻസിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവരും വീഡിയോസ് മുഴുവനായിട്ടും കണ്ട് പ്രയോജനപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഇത് യൂണിവേഴ്സിറ്റി LGS മെയിൻസിന് മാത്രമല്ല, വരുന്ന LDC LGS എക്സാമിന് എല്ലാം തയ്യാറെടുക്കുന്നവർക്ക് ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് ആണ് കേട്ടോ. അപ്പോൾ മാക്സിമം കണ്ട് പ്രയോജനപ്പെടുത്തുക. പിന്നെ നമ്മുടെ ടെലിഗ്രാമിൻ്റെ കാര്യം അറിയാലോ, ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യണേ. ടെലിഗ്രാമിലൂടെയാണ് നമ്മൾ നോട്ട്സ് PDF അതുപോലെ പോൾസ് ഒക്കെ കൊടുക്കുന്ന ടെലിഗ്രാം വഴിയാണ്. സോ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിലൂടെ ലൈവ് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. രാത്രി 8 മണിക്കാണ് ലൈവ് ക്ലാസ് കേട്ടോ, ഫ്രീ ലൈവ് ക്ലാസ് ആണ്. അപ്പോൾ രാത്രി 8 മണിക്കാണ്. ഇപ്പം നമ്മൾ PYQ ഡിസ്കഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2021, 22, 23 വർഷങ്ങളിലായിട്ട് PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഓരോ സബ്ജക്റ്റ് വൈസ്, ഇപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്നുള്ള മുഴുവൻ ചോദ്യങ്ങളും മറ്റു വീഡിയോയിൽ, അതുപോലെ കേരള ഹിസ്റ്ററിയുടെ മുഴുവൻ ചോദ്യങ്ങളും മറ്റു വീഡിയോയിൽ, ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒരു മോക്ക് ടെസ്റ്റിൻ്റെ രൂപത്തിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനും മാക്സിമം ക്വസ്റ്റ്യൻസ് ഒരു സമയത്ത് തന്നെ പഠിച്ചെടുക്കാനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോസ് കണ്ട് പ്രയോജനപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം, ഇപ്പോൾ PSC ഏറ്റവും അവസാനം നടത്തിയ LGS നിലവാരത്തിലുള്ള പരീക്ഷയുടെ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് നോക്കുന്നത്. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? യെസ്, ഉത്തരം ഓപ്ഷൻ A ആണ്, 140. 140 കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കണം അല്ലേ. കേരള സംസ്ഥാനം നിലവിൽ വന്നത് തന്നെ നമുക്ക് ആദ്യം പഠിക്കാം. കേരള സംസ്ഥാനം നിലവിൽ വന്നത് എപ്പോഴാണ്? 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വരുന്നത്. അപ്പോൾ ഈ 1956 കേരളം രൂപീകൃതമായപ്പോൾ ഉണ്ടായിരുന്ന ജില്ലകൾ എത്രയാ? 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. ഏതൊക്കെ ജില്ലയാണ്? തിരുവനന്തപുരം, അതുപോലെ തന്നെ കൊല്ലം, തിരുവനന്തപുരം, കൊല്ലം, പിന്നെ കോട്ടയം, അതുപോലെ പിന്നെ ഏത് ജില്ലയാണ്? തൃശ്ശൂർ ജില്ലയുണ്ടായിരുന്നു. പിന്നെ മലബാർ. ഓക്കെ, അപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ എന്നിങ്ങനെ 5 ജില്ലകളാണ് 1956 കേരളം രൂപീകൃതമായപ്പോൾ ഉണ്ടായിരുന്നത്. ഇനി കേരളത്തിൻ്റെ വിസ്തീർണം എത്ര? കേരളത്തിൻ്റെ വിസ്തീർണം എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ. 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലുപ്പത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ്? വലുപ്പത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം 21. എന്നാൽ ജനസംഖ്യയിൽ കേരളത്തിൻ്റെ സ്ഥാനം 13. ജനസംഖ്യയിൽ കേരളത്തിൻ്റെ സ്ഥാനം 13, വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം 21. ഇനി തലസ്ഥാനം നമുക്ക് എല്ലാവർക്കും അറിയാം, തിരുവനന്തപുരമാണ് അല്ലേ. കേരളത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. ഏറ്റവും വലിയ ജില്ല ഏത്? അത് നമുക്ക് ചോദിക്കാവുന്നതാണ്. കാരണം നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുണ്ടായിരുന്നത് പാലക്കാട് ജില്ലയാണ് ഏറ്റവും വലിയ ജില്ല എന്ന് പറയുന്നത്. എന്നാൽ നിലവിൽ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഏറ്റവും വലിയ ജില്ല എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയാണ് കേട്ടോ. പാലക്കാട് ഇപ്പോൾ 2ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ലയായിട്ട് മാറിയിട്ടുണ്ട്. 2ാം സ്ഥാനത്താണ് പാലക്കാട് നിൽക്കുന്നത്. അത് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഏറ്റവും ചെറിയ ജില്ല എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയാണ് ഏറ്റവും ചെറിയ ജില്ല. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മുടെ കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്? 14 ജില്ലകളാണ് ഉള്ളത് അല്ലേ. ഇനി ജില്ലാ പഞ്ചായത്തുകൾ ചോദിച്ചാലും എത്രയാ? 14 ജില്ലാ പഞ്ചായത്തുകളാണ് ഉള്ളത്. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം എന്ന് പറയുന്നത് 152 ബ്ലോക്ക് പഞ്ചായത്തുകളാണുള്ളത്. ഗ്രാമപഞ്ചായത്ത് PSC സ്ഥിരം ചോദിക്കുന്നതാണ്. ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 941. ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? 941. താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? 78 താലൂക്കുകൾ. 78 താലൂക്കുകളാണ് ഉള്ളത്. കോർപ്പറേഷൻ എത്ര കോർപ്പറേഷൻ ആണുള്ളത്? കോർപ്പറേഷൻ 6 കോർപ്പറേഷൻ ആണ് ഉള്ളത്.
നഗരസഭകളുടെ എണ്ണം, അതായത് മുനിസിപ്പാലിറ്റി, നഗരസഭ അഥവാ മുനിസിപ്പാലിറ്റിയുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 87 ആണ്. 87 നഗരസഭ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളാണുള്ളത്. ഇനി നിയമസഭാ മണ്ഡലം നമ്മൾ പറഞ്ഞു 140 ആണ്. നിയമസഭാ അംഗങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാലും 140 തന്നെയാണ്. നിയമസഭാ അംഗങ്ങൾ എന്ന് പറയുന്നതും 140 തന്നെയാണ്. ഇനി കേരള നിയമസഭയിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ, ഓക്കെ, കേരള നിയമസഭയിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് 14 എണ്ണമാണ്. ഇനി കേരള നിയമസഭയിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ ഏതാ? 2 എണ്ണമാണുള്ളത് കേട്ടോ. പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് 14, പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് 2ആണ്. ഈ 2 ഏതൊക്കെയാണ് വർഗ സംവരണ മണ്ഡലങ്ങൾ? 1 സുൽത്താൻ ബത്തേരി, 2 മാനന്തവാടി. സുൽത്താൻ ബത്തേരി, മാനന്തവാടി എന്നിവയാണ് 2 പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ. ഇനി ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? 20 ആണ്. ലോക്സഭാ മണ്ഡലങ്ങൾ 20 ആണ്. ലോക്സഭാ സംവരണ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് 2 ആണ്. ലോക്സഭാ സംവരണ മണ്ഡലങ്ങൾ 2 ആണ്. ഏതൊക്കെയാണ്? ആലത്തൂർ, അല്ലെ? ആലത്തൂരും അതുപോലെ തന്നെ മാവേലിക്കരയുമാണ്. ആലത്തൂരും മാവേലിക്കരയുമാണ് ലോക്സഭാ സംവരണ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ജില്ലകളുടെ കാര്യം. അതായത് ഏറ്റവും തെക്കേ അറ്റത്തുള്ള ജില്ല ഏത്, വടക്കേ അറ്റത്തുള്ള ജില്ല ഏത്, അല്ലെങ്കിൽ തെക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് ഏത്, അതൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട്, അല്ലേ? അപ്പോൾ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരം. തെക്കേ അറ്റത്തുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരമാണ്. ഇനി ഏറ്റവും വടക്കേ അറ്റത്തുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് കാസർഗോഡാണ്. ഓക്കെ, വടക്കേ അറ്റത്തുള്ള ജില്ല ഏതാണ്? കാസർഗോഡ്. ഇനി തെക്കേ അറ്റത്തെ താലൂക്ക് ഏതാണ്? തെക്കേ അറ്റത്തുള്ള താലൂക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നെയ്യാറ്റിൻകര. നെയ്യാറ്റിൻകരയാണ് തെക്കേ അറ്റത്തെ താലൂക്ക്. ഇനി വടക്കേ അറ്റത്തെ താലൂക്ക് എന്ന് പറയുന്നത് ഏതാണ്? മഞ്ചേശ്വരം ആണ്. മഞ്ചേശ്വരം. തെക്കേ അറ്റത്തെ താലൂക്ക് നെയ്യാറ്റിൻകര, വടക്കേ അറ്റത്തെ താലൂക്ക് മഞ്ചേശ്വരം. ഇനി തെക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നെയ്യാറ്റിൻകരയാണ്. താലൂക്കും അസംബ്ലി മണ്ഡലവും ഒന്ന് തന്നെയാണ്. അപ്പൊ തെക്കേ അറ്റത്തെ താലൂക്ക് ചോദിച്ചാലും തെക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലം ചോദിച്ചാലും നെയ്യാറ്റിൻകരയാണ്. അതുപോലെ തന്നെ വടക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലം ചോദിച്ചാലും വടക്കേ അറ്റത്തെ താലൂക്ക് ചോദിച്ചാലും ഏത് തന്നെയാണ്? മഞ്ചേശ്വരം തന്നെയാണ്. വടക്കേ അറ്റത്തെ താലൂക്കും വടക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലവും മഞ്ചേശ്വരം തന്നെയാണ്. ഇനി തെക്കേ അറ്റത്തെ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് തിരുവനന്തപുരം. തെക്കേ അറ്റത്തെ ലോക്സഭാ മണ്ഡലം തിരുവനന്തപുരമാണ്. ഇനി വടക്കേ അറ്റത്തെ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് ഏതാണ്? വടക്കേ അറ്റത്തെ ലോക്സഭാ മണ്ഡലം കാസർഗോഡാണ്. അപ്പോൾ തെക്കേ അറ്റത്തെ ജില്ലയും തെക്കേ അറ്റത്തെ ലോക്സഭാ മണ്ഡലവും തിരുവനന്തപുരമാണ്. വടക്കേ അറ്റത്തെ ജില്ലയും വടക്കേ അറ്റത്തെ ലോക്സഭാ മണ്ഡലവും കാസർഗോഡാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി തെക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് എവിടെയാണ്? പാറശാല. തെക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് പാറശാല. ദെൻ വടക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരം ആണ് കേട്ടോ. മഞ്ചേശ്വരം. തെക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് പാറശാല, വടക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരം. ഇനി തെക്കേ അറ്റത്തെ ഗ്രാമം ഏത്? PSCയുടെ സ്ഥിരം ചോദ്യമാണ് കേട്ടോ. തെക്കേ അറ്റത്തെ ഗ്രാമം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളിയക്കാവിളയാണ്. കളിയക്കാവിള. തെക്കേ അറ്റത്തെ ഗ്രാമം ഏതാണ്? കളിയക്കാവിള. ഇനി വടക്കേ അറ്റത്തെ ഗ്രാമം എന്ന് പറയുന്നത് തലപ്പാടിയാണ്. തലപ്പാടി. വടക്കേ അറ്റത്തെ ഗ്രാമം ഏതാണ്? തലപ്പാടി. ദെൻ തെക്കേ അറ്റത്തെ കോർപ്പറേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. വടക്കേ അറ്റത്തെ കോർപ്പറേഷൻ ഏതാണ്? വടക്കേ അറ്റത്തെ കോർപ്പറേഷൻ എന്ന് പറയുന്നത് കണ്ണൂരാണ്. കണ്ണൂർ. വടക്കേ അറ്റത്തെ കോർപ്പറേഷൻ ഏതാണ്? കണ്ണൂരാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ജില്ല മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത്.
ഇനി ജനസംഖ്യ ഇത് കൂടുതലാണ്. ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏതാണ്? ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാട് ജില്ലയാണ്. ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏതാണ്? വയനാട് ജില്ലയാണ്. ഇനി സ്ത്രീ പുരുഷ അനുപാതം, കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം എത്രയാ? 1084 സ്ത്രീകൾക്ക് 1000 പുരുഷന്മാർ എന്നുള്ളതാണ് കണക്ക്. ഇനി ജനസാന്ദ്രത ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിലെ ജനസാന്ദ്രത ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 860 ചതുരശ്ര കിലോമീറ്റർ ആണ് കേട്ടോ. 860 per ചതുരശ്ര കിലോമീറ്റർ ആണ് ജനസാന്ദ്രത എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മൾ കേരളവുമായി ബന്ധപ്പെടുത്തി ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യ സമര കാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യത്തെ പത്രാധിപർ ആരാണ്? സ്വാതന്ത്ര്യ സമര കാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യത്തെ പത്രാധിപർ ആര് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം എന്താ? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. CP ഗോവിന്ദപിള്ളയാണ് കേട്ടോ. CP ഗോവിന്ദപിള്ള. അപ്പോൾ സ്വദേശാഭിമാനി പത്രത്തെക്കുറിച്ച് PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. എന്താണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ സ്മരണാർത്ഥം തിരുവനന്തപുരത്ത് ആരംഭിച്ച മാസികയാണ് ഏത്? സ്വദേശാഭിമാനി എന്ന് പറയുന്നത്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ സ്മരണാർത്ഥം തിരുവനന്തപുരത്ത് ആരംഭിച്ച മാസികയാണ് സ്വദേശാഭിമാനി. വർഷം 1923. ഈ സ്വദേശാഭിമാനിയുടെ സഹപത്രാധിപർ ആയിരുന്നത്, ആദ്യത്തെ പത്രാധിപർ CP ഗോവിന്ദപിള്ളയാണ്. സഹപത്രാധിപർ ആയിരുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാരിസ്റ്റർ AK പിള്ളയാണ്. ബാരിസ്റ്റർ AK പിള്ളയാണ് സഹപത്രാധിപർ ആയിരുന്നത്. ഇനി സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ കുറിച്ച് പറയുമ്പോൾ സ്ഥിരം ചോദ്യമാണ് കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് കേരളൻ എന്ന് പറയുന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. ഈ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയ ദിവാൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? P രാജഗോപാലാചാരിയാണ്. രാജഗോപാലാചാരിയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയ ദിവാൻ. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ എവിടെയാ? പാളയമാണ്. പാളയം എവിടെയാണ്? തിരുവനന്തപുരത്തെ പാളയത്തിലാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. ഇനി സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ പ്രധാനപ്പെട്ട കൃതികളും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണേ. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? ഒന്ന് കോൾ മാർക്സ്, അതുപോലെ സോക്രട്ടീസ്, കോൾ മാർക്സ്, സോക്രട്ടീസ്, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, ക്രിസ്റ്റഫർ കൊളംബസ്, പിന്നെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, വാമനൻ, പിന്നെ ബാലകലേശ നിരൂപണം, നരകത്തിൽ നിന്ന്, അതുപോലെ കേരള ഭാഷോൽപത്തി, ഇതെല്ലാം സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ കൃതികളാണ്. കോൾ മാർക്സ്, സോക്രട്ടീസ്, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, ക്രിസ്റ്റഫർ കൊളംബസ്, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, വാമനൻ, ബാലകലേശ നിരൂപണം, നരകത്തിൽ നിന്ന്, കേരള ഭാഷോൽപത്തി എന്നിവയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് ഇവിടെ മന്നത്ത് പത്മനാഭൻ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ മന്നത്ത് പത്മനാഭനെ കുറിച്ച് PSC സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കാറുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോ മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് ഓർമ്മ വരുന്ന കാര്യം എന്താണ്? വൈക്കം സത്യാഗ്രഹം അല്ലെ. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് വൈക്കത്തു നിന്നും എങ്ങോട്ട്? തിരുവനന്തപുരത്തേക്ക്
സവർണ ജാഥ നയിച്ച വ്യക്തിയാണ്, സവർണ ജാഥ സംഘടിപ്പിച്ച വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് വൈക്കത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ സംഘടിപ്പിച്ച വ്യക്തിയാണ് മന്നത്തു പത്മനാഭൻ. ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ സവർണ ജാഥ നയിച്ചത് എന്ന് ചോദിച്ചാൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് സവർണ ജാഥ അദ്ദേഹം നയിക്കുന്നത്. ഈ സവർണ ജാഥ ആരംഭിച്ചത് എപ്പോഴാണ്? 1924 നവംബർ മാസം 1-നാണ്. 1924 നവംബർ 1-നാണ് സവർണ ജാഥ ആരംഭിക്കുന്നത്. അത് തിരുവനന്തപുരത്ത് എത്തിയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1924 നവംബർ 12-നാണ്. 1924 നവംബർ 12-നാണ് ജാഥ തിരുവനന്തപുരത്ത് എത്തുന്നത് കേട്ടോ. ഈ സവർണ ജാഥ എന്ന് പറയുന്നത് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചതാണ് മന്നത്ത് പത്മനാഭൻ. വേറൊരു സവർണ ജാഥയുണ്ട് നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ളൊരു സവർണ ജാഥയുണ്ട്. അതിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ M.E. നായിഡു ആണ് കേട്ടോ. M.E. നായിഡു ആണ് നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത്. ഇത്രയും കാര്യങ്ങളും കൂടെ ഒന്ന് ഓർത്തിരിക്കണേ. അടുത്ത ചോദ്യം, മാറുമറയ്ക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭം ഏതാണ്? മാറുമറയ്ക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ചാന്നാർ ലഹളയാണ് മാറുമറയ്ക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രക്ഷോഭം. അപ്പോൾ ചാന്നാർ ലഹളയെ കുറിച്ച് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്? കേരളത്തിലെ ആദ്യ സാമൂഹിക പ്രക്ഷോഭമായിട്ടുള്ള ചാന്നാർ ലഹള നടന്ന വർഷം എന്ന് പറയുന്നത്, ആദ്യത്തെ പ്രക്ഷോഭമായ ചാന്നാർ ലഹള 1859 വരുന്നത്. മറ്റൊരു പേരാണ് എന്ത്? മേൽമുണ്ട് സമരം എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. മേൽമുണ്ട് സമരം, മാറുമറയ്ക്കൽ സമരം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് ചാന്നാർ ലഹളയാണ്. അപ്പോൾ ഈ മേൽമുണ്ട് സമരം എന്ന് പറയുന്നത് 1822 അപ്പോൾ ഈ 1822 മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ് എന്ത് നടക്കുന്നത്? 1822 മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് വൈകുണ്ഠ സ്വാമികളാണ്. ഈ വൈകുണ്ഠ സ്വാമികളുടെ നേതൃത്വത്തിലുള്ള തിരുവിതാംകൂറിൽ നടത്തിയ മേൽമുണ്ട് സമരമാണ് 1859 ഈ ചാന്നാർ ലഹളയ്ക്ക് കാരണമായത് അല്ലെങ്കിൽ പ്രചോദനമായത് എന്ന് നമുക്ക് പറയാം. ഇനി ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തിട്ടുള്ള ചാന്നാർ സ്ത്രീകൾക്ക് കുപ്പായം കൊണ്ട് ശരീരം മറയ്ക്കാൻ അനുവാദം നൽകിയ ദിവാൻ ആരാണെന്ന് ചോദിക്കാം. ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ചാന്നാർ സ്ത്രീകൾക്ക് കുപ്പായം കൊണ്ട് ശരീരം മറയ്ക്കാൻ അനുവാദം നൽകിയ ദിവാൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേണൽ മൺറോയാണ് കേട്ടോ. കേണൽ മൺറോ. എന്നാൽ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുന്നതിനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുന്നതിനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത്. എപ്പോഴാണ് വിളംബരം പുറപ്പെടുവിച്ചത്? 1859 ജൂലൈ 26. 1859 ജൂലൈ 26 ഈ പറയുന്ന വിളംബരം പുറപ്പെടുവിക്കുന്നത്. ഇനി അടുത്തൊരു ഓപ്ഷൻ നോക്കിക്കേ, അഞ്ചുതെങ്ങ് പ്രക്ഷോഭവുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം? അഞ്ചുതെങ്ങ് പ്രക്ഷോഭം നടന്ന വർഷം 1697 അഞ്ചുതെങ്ങ് പ്രക്ഷോഭം നടക്കുന്നത്. ഈ തെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം ജില്ലയാണ് അല്ലെ. തിരുവനന്തപുരം ജില്ലയിലാണ് അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. അഞ്ചുതെങ്ങ് കലാപത്തിന്റെ പ്രധാന കാരണം എന്തായിരുന്നു? അഞ്ചുതെങ്ങ് കലാപത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ് അഞ്ചുതെങ്ങ് കലാപത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്.
ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല എന്ന് പറയുന്നതാണ് അഞ്ചുതെങ്ങ് എന്ന് പറയുന്നത് കേട്ടോ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാലയാണ് അഞ്ചുതെങ്ങ് എന്ന് പറയുന്നത്. ഇനി തിരുവനന്തപുരത്തേക്ക് ഈ അഞ്ചുതെങ്ങിൽ ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാലയും കോട്ടയും സ്ഥാപിക്കാനായിട്ട് അനുവാദം നൽകിയ വേണാട് ഭരണാധികാരി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഉമയമ്മ റാണി അല്ലെങ്കിൽ ആറ്റിങ്ങൽ റാണി എന്നൊക്കെ പറയും. ഉമയമ്മ റാണി അല്ലെങ്കിൽ ആറ്റിങ്ങൽ റാണിയാണ് എന്ത് ചെയ്തത്? തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങിൽ ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാലയും കോട്ടയും സ്ഥാപിക്കാനായിട്ട് അനുവാദം നൽകിയ വേണാട് ഭരണാധികാരി. ഈ അഞ്ചുതെങ്ങ് കോട്ടയുടെ പണി പൂർത്തിയായത് എപ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1695 അഞ്ചുതെങ്ങ് കോട്ടയുടെ പണി പൂർത്തിയായത് 1695. വ്യവസായശാല നിർമ്മിക്കാനായിട്ട് അഞ്ചുതെങ്ങിൽ ഒരു പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ഉമയമ്മ റാണിയിൽ നിന്ന് ലഭിച്ച വർഷം എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1684. 1684 ഇങ്ങനെ ഒരു അഞ്ചുതെങ്ങിൽ ഒരു വ്യവസായശാല നിർമ്മിക്കാനുള്ള സ്ഥലം ഉമയമ്മ റാണിയിൽ നിന്ന് ലഭിച്ചത് 1684. അഞ്ചുതെങ്ങ് കോട്ടയുടെ പണി പൂർത്തിയായത് 1695. അഞ്ചുതെങ്ങ് കലാപം നടക്കുന്നത് 1697 എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ഓപ്ഷൻ എന്താണ്? അടുത്ത ഓപ്ഷൻ ആറ്റിങ്ങൽ കലാപം ആണ് അല്ലേ. അപ്പൊ ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെടുത്തി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം? ആറ്റിങ്ങൽ കലാപം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭമാണ് ആറ്റിങ്ങൽ കലാപം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമാണ് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. നടന്ന വർഷം എത്രയാണ്? 1721 ഏപ്രിൽ മാസം 15. 1721 ഏപ്രിൽ മാസം 15 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. ഈ ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാടിലെ ഭരണാധികാരി ആരായിരുന്നു? ആദിത്യവർമ്മയായിരുന്നു. വേണാടിലെ ഭരണാധികാരി ആരാണ്? ആദിത്യവർമ്മ. ആറ്റിങ്ങൽ കലാപം നടക്കുന്ന സമയത്തെ വേണാടിലെ ഭരണാധികാരിയായിരുന്നു ആദിത്യവർമ്മ. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ഗിഫോർഡ് കേട്ടോ. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. ഈ ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഒരു ഉടമ്പടിയുണ്ട്. PSCയുടെ സ്ഥിരം ചോദ്യമാണ് വേണാട് ഉടമ്പടി. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ഒപ്പുവെച്ചത് എപ്പോഴാണ്? 1723. വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1723. വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ച ഭരണാധികാരിയാണ് ആര്? മാർത്താണ്ഡവർമ്മയാണ് വേണാട് ഉടമ്പടിയിൽ ഏതു പേരിലാണ്? നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ. നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഈ വേണാട് ഉടമ്പടിയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് അലക്സാണ്ടർ ഓം ആണ്. അലക്സാണ്ടർ ഓം. വേണാട് ഉടമ്പടിയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ചത് ആരാണ്? അലക്സാണ്ടർ ഓം ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. നെക്സ്റ്റ് നമ്മുടെ ഓപ്ഷൻ ആയിരുന്നു മാപ്പിള ലഹള എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ മാപ്പിള ലഹള അല്ലെങ്കിൽ എന്തു പേരിൽ അറിയപ്പെടുന്നു? മലബാർ കലാപം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മാപ്പിള ലഹള എന്ന് പറയുന്നത്. ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് മാപ്പിള ലഹള അല്ലെങ്കിൽ മലബാർ കലാപം. ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ്. ഈ മലബാർ കലാപത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൂക്കോട്ടൂർ കലാപമാണ്. മലബാർ കലാപത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം. ഈ മലബാർ കലാപം ആരംഭിച്ച വർഷം ചോദിച്ചാൽ 1921. 1921 മലബാർ കലാപം ആരംഭിക്കുന്നത്. പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്ന് പൂക്കോട്ടൂരിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് എപ്പോഴാണ്? 1921
ഓഗസ്റ്റ് മാസമാണ്. ഓക്കെ, അപ്പോൾ അതാണ് പൂക്കോട്ടൂർ കലാപം എന്ന് പറയുന്നത്. ആരെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ്? വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്ന്. ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു വടക്കേ വീട്ടിൽ മുഹമ്മദ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് പൂക്കോട്ടൂർ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് 1921 ഓഗസ്റ്റ്. അതാണ് മലബാർ കലാപത്തിന്റെ ആരംഭം, അല്ലെങ്കിൽ എന്താണ് പെട്ടെന്നുണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത്. ഈ മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം എവിടെയാണ്? PSC സ്ഥിരം ചോദിക്കുന്നതാണ്. തിരൂരങ്ങാടി. തിരൂരങ്ങാടിയാണ് മലബാർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം. മലബാർ കലാപത്തിന്റെ നേതാക്കന്മാർ ആരൊക്കെയാണ്? മലബാർ കലാപത്തിന്റെ നേതാക്കന്മാർ എന്ന് പറയുന്നത്, ഒന്ന് വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. രണ്ട് സീതിക്കോയ തങ്ങൾ. മൂന്ന് അലി മുസലിയാർ. ഇവർ 3 പേരുമാണ് മലബാർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ. ആരൊക്കെയാ? വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതിക്കോയ തങ്ങൾ, അലി മുസലിയാർ എന്നിവരാണ്. മലബാർ ലഹളയുടെ താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധിപനായിട്ട് അവരോധിക്കപ്പെട്ടത് ഇതിൽ അലി മുസലിയാർ ആണ് കേട്ടോ. മലബാർ ലഹളയുടെ താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധിപനായിട്ട് അവരോധിക്കപ്പെട്ടത് അലി മുസലിയാർ ആണ്. മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പുറത്ത് നിന്നും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് പിന്നീട് വധശിക്ഷ നൽകിയ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭടൻ ആരാണ്? PSC സ്ഥിരം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആരാണ്? വക്കം അബ്ദുൾ ഖാദർ ആണ്. വക്കം അബ്ദുൾ ഖാദറിന്റെ പ്രത്യേകത എന്താണ്? മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പുറത്തു നിന്നും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് പിന്നീട് വധശിക്ഷ നൽകിയിട്ടുള്ള ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭടനായിരുന്നു വക്കം അബ്ദുൾ ഖാദർ എന്ന് പറയുന്നത്. മലബാർ കലാപം പശ്ചാത്തലമാക്കിയിട്ട് കുമാരൻ ആശാൻ എഴുതിയ കൃതി ഏത്? PSCയുടെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദുരവസ്ഥ എന്ന് പറയുന്ന PYQ ആണ് കേട്ടോ. മലബാർ കലാപം പശ്ചാത്തലമാക്കിയിട്ട് ആരെഴുതിയതാണ്? കുമാരനാശാൻ എഴുതിയ കൃതിയാണ് ഏത്? ദുരവസ്ഥ എന്ന് പറയുന്നത്. ഇനി ഉറൂബ്, ഇതുപോലെ തന്നെ മലബാർ കലാപത്തെ പശ്ചാത്തലമാക്കിയിട്ട് ഉറൂബ് എഴുതിയിട്ടുള്ള കൃതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സുന്ദരികളും സുന്ദരന്മാരും. ഇത് രണ്ടും ചോദിച്ചിട്ടുണ്ട്. സുന്ദരികളും സുന്ദരന്മാരും എന്ന് പറയുന്ന കൃതി മലബാർ കലാപത്തെ പശ്ചാത്തലമാക്കി എഴുതിയത് ഉറൂബാണ്. ദുരവസ്ഥ എന്ന കൃതി എഴുതിയത് കുമാരനാശാനാണ്. അതുപോലെ ഖിലാഫത്ത് സ്മരണകൾ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് എഴുതിയതാണ് ഖിലാഫത്ത് സ്മരണകൾ എന്ന് പറയുന്ന പുസ്തകം. മലബാർ കലാപം പശ്ചാത്തലമാക്കിയിട്ട് ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണ് ആ സിനിമ? 1921 എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത് IV ശശിയാണ്. IV ശശി സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ് ഏത്? 1921 മലബാർ കലാപം പശ്ചാത്തലമാക്കിയിട്ട്. ഇനി മലബാർ മാനുവൽ എന്ന് പറയുന്നത്, മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം ആരുടേതാണ്? വില്യം ലോഗൻ. ഇതും ചോദിക്കുന്നതാണ്. വില്യം ലോഗൻ. മലബാർ മാനുവൽ എന്ന് പറയുന്ന ഗ്രന്ഥം ആരുടേതാണ്? വില്യം ലോഗന്റേതാണ്. ഈ മലബാർ കലാപവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കുപ്രസിദ്ധ സംഭവമാണ് ഏത്? വാഗൺ ട്രാജഡി എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മലബാർ കലാപവുമായി ബന്ധപ്പെട്ട കുപ്രസിദ്ധമായ സംഭവമാണ് വാഗൺ ട്രാജഡി. എപ്പോഴാണ് നടക്കുന്നത്? 1921 നവംബർ 10 കേട്ടോ. 1921 നവംബർ 10 വാഗൺ ട്രാജഡി നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും ആയിരുന്നു. അപ്പോൾ എല്ലാ പോയിന്റ്സും നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എപ്പോഴും നിങ്ങൾ ഒരു നോട്ട്ബുക്കും പെന്നും കയ്യിൽ വെച്ചിട്ട് വേണം ക്ലാസ് കേൾക്കാനായിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും നോട്ട് തയ്യാറാക്കിയിട്ട് തന്നെ പഠിക്കുക. നമ്മുടെ ക്ലാസ്സുകളെല്ലാം മാക്സിമം കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്